ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് AK സ്പൈസസിൻ്റെ ബീഫ് പള്ളിക്കറി മസാല വെച്ചിട്ട് 1 കിലോ ബീഫ് എങ്ങനെ ഉണ്ടാകും നോക്കാം. വലിയ ഉള്ളിയാണെങ്കിൽ 3, ചെറുതാണെങ്കിൽ 4, 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് അരച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായ എല്ലോട് കുഴിക്കേണ്ട ബീഫ് 1 കിലോ എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ ബീഫ് ഇതിലിട്ട് ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ഒറിജിനൽ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒരിത്തിരി കല്ലുപ്പ്, കൂടുതൽ ചേർക്കുന്നില്ല. ഓൾറെഡി ആ മസാലൻ്റെ അകത്ത് ഉപ്പൊക്കെ ഉണ്ട്. നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്യും. അപ്പോൾ പാചകം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ ആകെ 2 തക്കാളി എടുത്തു. ഇത് ഏകദേശം ഒരു 5 കിലോ ഇറച്ചിയാണെങ്കിൽ തക്കാളിയുടെ ആവശ്യമില്ല. പള്ളിക്കറി കുറച്ചായത് കൊണ്ട് വെള്ളം പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 2 തക്കാളി ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം ഇറച്ചി 90% വെന്തതിന് ശേഷമാണ് നമ്മൾ മസാലക്കൂട്ടുകൾ ഇതിൽ ചേർക്കുന്നത്. പിന്നെ അടച്ച് വെച്ച് വേവിക്കും. ഇപ്പോൾ നമ്മുടെ ഇറച്ചി നന്നായി വെന്ത് കഴിഞ്ഞ് ചെറിയ വെള്ളം മാത്രമേ ഇതിനകത്തുള്ളൂ. 1 കിലോ ഇറച്ചിക്കുള്ള മസാല കൂട്ടാണ്. AK സ്പൈസസിൻ്റെ മസാലക്കൂട്ട് ചേർക്കുക. പള്ളിക്കറി മസാലക്കൂട്ട് മിക്സ് ചെയ്യുക. ഇത് ഇറച്ചി വന്നിട്ടുണ്ട്. ഒരു 2 തള മതി. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പള്ളിക്കറിയാണ്. അതുകൊണ്ട് ഇതിന് ഒട്ടും തന്നെ ചാറുണ്ടായില്ല. ഇങ്ങനെ ഉണ്ടാക്കേണ്ട വിധം ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഒട്ടും ഉപ്പ് ചേർത്തില്ല കറിക്ക്. ഇതൊക്കെ ഇടുമ്പോൾ ഉപ്പ് കറക്റ്റായിട്ട് വന്ന് ഇതിന് നമ്മൾ ലാസ്റ്റ് കട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ച് പച്ചമുളക്, കറിവേപ്പില, തേങ്ങാണെയിൽ തളിച്ചിട്ട് നമ്മളെ പള്ളിക്കറിന് മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം.